ദേഷ്യം വന്നിട്ടായിരുന്നു. ഈ മനുഷ്യനെ ഒന്നും എടുത്തു വയ്ക്കാതെ ഒറ്റ പോക്ക് പോയെന്ന് എനിക്ക്. നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുമ്പോഴേ എല്ലാം ഭയങ്കര ഒന്ന് കുറ്റം പറയാൻ മാത്രമല്ല ഒന്നിരിക്കാറുള്ളൂ. കിച്ചാവണി എങ്ങോട്ട് പോവാ? ചെപ്പളത്ത് പോവാ. ഇത്രയും ബാഗോ? 2 ബാഗോ? ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ചെപ്പുകുളം പോവാണ്. ഞങ്ങൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ പോകുന്നത് തന്നെ. അപ്പോൾ ഇന്ന് രാത്രി നമുക്കൊരു പ്രതിഭാസം കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. പേർസീഡ് മെറ്റിയോർ ഷവർ എന്ന് പറയുന്നൊരു പ്രതിഭാസം. അത് കാണാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും പോകണതാണ്. അപ്പം മേഘമൊന്നും ഇല്ലെങ്കിലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം കാണാൻ പറ്റുമോ ഇല്ലോ എന്ന് നമുക്ക് അറിയില്ല. അപ്പം നമ്മളിന്ന് ക്യാമ്പിങ് കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മളിത് എടുത്തു വെച്ചിട്ടുണ്ട്. കിച്ചാവണി ഇത് മൊത്തം വണ്ടി കയറണം കേട്ടോ. അതും പോരാണ്ടത് ഇത് എവിടെയും കുറേ സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങൾ ഞാനും കിച്ചാവണി ഒറ്റയ്ക്ക് എടുത്തു വെച്ചാട്ടോ. എല്ലാം എടുത്തു കേട്ടോ. ചാടി ചാടി നിൽക്ക്. ഇതന്നെ ഇങ്ങനെ ഉറങ്ങി നിൽക്കുന്നേ. ഇതെന്നെ അടി എടുത്തേക്കുന്നേ. ഇതെന്നെ എടുത്തേക്കുന്നേ കളിക്കാനുള്ളത്. അവിടെ പോയിട്ട് ഗെയിം കളിക്കാനാ? അപ്പം മെറ്റിയോ ഷോറ് കാണണ്ടേ? അത് വരുമ്പോ കാണാം. ഓഹോ, അതൊരു ഗെയിം കളിക്കോ? അമ്പടി ചിഞ്ചിഞ്ചാങ്കടി. നീ ആള് കൊള്ളാലോ പറഞ്ഞിട്ടു. അപ്പോൾ ഇത് എടുത്തു വയ്ക്കൽ നല്ല കായികാധ്വാനമാണ്. നല്ല എഫോർട്ട് വേണ്ട, നല്ലൊരു ആരോഗ്യം വേണ്ട പരിപാടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനവും എടുത്തു വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാമ്പിങ് ചെയ്യാനുള്ള എനർജി തീരുമോ എന്ന് എനിക്കറിയില്ല. അത്രയും സാധനങ്ങളുണ്ട് എടുത്തു വയ്ക്കാനായിട്ട്. അങ്ങോട്ട് പോകണു, ഇങ്ങോട്ട് പോകണു, സ്റ്റെപ്പ് കയറണു, ഇറങ്ങണു, ഇത് തന്നെയായിരുന്നു കേട്ടോ കുറേ നേരമായിട്ട് എൻ്റെ പരിപാടി. അയ്യോ, അപ്പം ഇത്രയും സാധനങ്ങൾ എവിടെ നോക്കി ഒന്നും കാണാൻ പറ്റില്ല. 2 വലിയ പെട്ടി, കുറേ ബാഗുകൾ. ഇത് കണ്ടോ, ഇത്രയും സാധനങ്ങൾ നമ്മൾ വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. പോവാം. ഫുഡ് മേടിക്കാനായിട്ട് ഗ്രില്ലാഞ്ചിലി പോവാണ് തൊടുപുഴ. അപ്പം നമുക്ക് അൽഫാം അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ അതും വാങ്ങി നേരെ മലയിലേക്ക് കയറുവാണ്. ഓൾറെഡി ലേറ്റായി. എല്ലാ സാധനങ്ങളും അടുക്കി വന്നപ്പോൾ നല്ല താമസം എടുത്തു കേട്ടോ. കാരണം ഞാൻ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ്. സ്പീക്കർ തൊട്ട് 2 ബോക്സ് എല്ലാം ആയിട്ട് നമ്മൾ പോവാണ്. അപ്പം ഇന്ന് പ്രിൻ്റോ പാക്കിങ്ങിന് കൂടിയില്ല. ഞാൻ തന്നെയാണ് ഫുൾ എടുത്തത്. അതിൻ്റെതായ താമസം വന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ പാക്ക് ചെയ്ത് നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇച്ചാമ്മയുടെ ഫസ്റ്റ് ക്യാമ്പിംഗ് ആണേ. കിച്ചാണി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണോ? പിന്നെ കിച്ചാണി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചു കെട്ടി കൊണ്ടുപോകണം കേട്ടോ കിച്ചാവണീനെ. വീട്ടിൽ ഇരുന്ന് അങ്ങ് പഠിച്ചു പോയി. പക്ഷെ കാര്യം മറന്ന പോലെ തോന്നും കേട്ടോ. എന്നാണ്ടൊക്കെ എടുക്കാൻ മറന്നു. എന്നാ നമുക്കിനി ചിപ്സ് വാങ്ങണം, ഫുഡ് വാങ്ങണം, അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ടല്ലേ. എന്നാടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? കിച്ചാവണീനെ ഇന്ന് നമ്മൾ തനിച്ചിവിടെ ഇട്ട് പൂട്ടാൻ പോണ ടെന്റിന്റെ അകത്ത്. ക്യാമ്പിങ് ആദ്യമായിട്ടല്ലേ? അവക്ക് ടോയ്ലറ്റ് ഉണ്ടോന്ന് ഇവിടെ? ഇപ്പൊ തന്നെ അവള് ടോയ്ലറ്റിൽ പോറായിട്ടാ വന്നത്. നിന്റെ ഡ്രൈവിംഗ് അതുപോലെയായിരുന്നു. വിശാലമായിട്ടുള്ള കാടുണ്ട്. നിനക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കാം. പുറത്തേക്ക് ഇറങ്ങുന്നേ. അപ്പൊ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അടിപൊളി ക്ലൈമറ്റ് ആണ്. ഇപ്പൊ ചെറിയൊരു മഴയൊക്കെ പെയ്ത് ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ്. ഒരു കുന്ന് സാധനമായിട്ടാണ് വന്നത്. ഇനി അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്യണം. നോക്കി എന്ത് രസം നോക്കി. പിന്നെ മെറ്റിയോർ കാണാൻ പറ്റുമോ? ആകാശം തെളിയണം. നല്ല മഴയായിരുന്നു. ഞാൻ വന്നപ്പോ നല്ല മഴയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇന്ന് കാണാൻ പറ്റുന്നു. നീ ഇവളെ എന്നാന്ന് പറഞ്ഞോണ്ട് കൊണ്ടുവന്നേ ഇതൊക്കെ കാണിക്കാൻ? ഇവളെ ഇന്ന് മെറ്റിയോർ കാണിക്കാന്ന് പറഞ്ഞോണ്ട് കൊണ്ടുവന്നേ. എന്നിട്ട് എങ്ങോട്ട് തിരിഞ്ഞേക്ക്. അപ്പൊ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യണം. ഒരു കുന്ന് സാധനം ഉണ്ട് കേട്ടോ. അതെനിക്ക് പറയാനുണ്ട്. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യാനുണ്ട്. സാധാരണ എല്ലാ ക്യാമ്പിങ്ങിലും ഞാനാണ് വണ്ടിയിൽ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്, എല്ലാ പരിപാടിയും എടുക്കും. ഇന്ന് എനിക്ക് വേറൊരു പരിപാടികളുണ്ട്. വണ്ടിയായിട്ട് എല്ലാം എടുത്തോണ്ട് പോരെന്ന് പറഞ്ഞു. ഇന്ന് വരയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇന്ന് കംപ്ലീറ്റ്ലി എനിക്ക് റെസ്റ്റാണ്. ഞാൻ രാവിലെ വല്ലതും ഇറങ്ങിയ പണിയാണ്. ഇനി എനിക്ക് ഒന്നിനും പറ്റില്ല. ഇന്ന് നിൻ്റെ ഉത്തരവാദിത്തമാണ്. കിച്ചാവണീനെയും കൂട്ടിക്കോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ചെയ്യോ അല്ല. ഞാൻ ഇന്ന് ഫുൾ ചുമ്മാ വന്നിരിക്കുള്ളൂ കേട്ടോ. ഞാൻ ടോട്ടലി എനിക്ക് ദേഷ്യം വന്നിട്ടായിരുന്നു. ഈ മനുഷ്യനെ ഒന്നും എടുത്തു വയ്ക്കാതെ ഒറ്റ പോക്ക് പോയെന്ന് എനിക്ക്. നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുമ്പോഴേ എല്ലാം ഭയങ്കര ഒന്ന് കുറ്റം പറയാൻ മാത്രമല്ല ഒന്നിരിക്കാറുള്ളൂ. ശരിക്കും നല്ല പാടാല്ലേ? അതല്ലേ ക്യാമ്പിൽ കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അതിൽ നല്ല പണിയാണ് കേട്ടോ. ഇരുട്ടാണ് നമ്മൾ പെട്ടെന്നെല്ലാം സെറ്റ് ചെയ്യല് എന്റെ ഉത്തരവാദിത്തമല്ല. എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആ മരിച്ചോട്ടാണെങ്കിലും കിടന്നുറങ്ങും. ലക്ഷറി ലൈഫ് വേണ്ടവർക്കൊക്കെ സെറ്റ് ചെയ്തോ. അവിടെ എന്ത് ചെയ്യും ഒരാള്?
എന്നെ സെറ്റ് ചെയ്യാനും നിനക്ക് കിടന്നുറങ്ങണ്ടേ? ഉറങ്ങാതെ തെറ്റിയ കിച്ചാവണി ശ്രദ്ധിച്ചിരുന്നോട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. രാത്രി ഒരു 12-നും 2-നും ഇടയ്ക്ക് ഉൽക്ക വരുമെന്നും പറഞ്ഞ് ആ സമയം കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഞങ്ങൾ ഏറ്റിരിക്കുന്നതാണ്. എല്ലാവരുടെയും കണ്ണിങ്ങനെ അടഞ്ഞു പോവാണ് കേട്ടോ. ഉൽക്ക ഇടയ്ക്ക് 1-2 എണ്ണം കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഭയങ്കര മേഘമായിരുന്നു, അതുകൊണ്ടൊന്നും കണ്ടില്ല കേട്ടോ. 1-2 എണ്ണം കണ്ടു. അപ്പോൾ ഉൽക്ക കാണാനിരുന്നതിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. വെയിലൊന്നും വന്നിട്ട് പോലും അറിയുന്ന പോലും ഇല്ല. ആരും എണീക്കുന്നില്ല, തിരിഞ്ഞും പറഞ്ഞും കിടക്കുവാണ്. എല്ലാവരും പോത്ത് പോലെ കടന്നുറങ്ങുവാണേ. ആഹാ, എണീറ്റാ കിച്ചാവണി? നക്ഷത്രം കാണണ്ടേ? കണ്ടു. കണ്ടോ? ഉൽക്ക കാണണ്ടേ? ഉൽക്കയാ? ആ, ഉൽക്ക അത് മിന്നായം പോലെ കണ്ടായിരുന്നു. മിന്നെ പോലെ കണ്ടായിരുന്നോ? ആഹാ, ദിവ്യ നീ എത്ര കണ്ടു ഇന്നലെ? നീ ഓടി? ഒരു 2. അതന്നെ ഒരു 2. നമ്മളൊന്നും കണ്ടില്ല. അവളെ വേറെ എവിടെയോ നോക്കിയിരിക്കുകയായിരുന്നു. ആ സമയം കണ്ടപ്പോൾ ഉൽക്ക അതിൻ്റെ വഴിക്ക് പോയി. എനിക്ക് സമയത്ത് 9 അടുക്കള കയറ്, കഞ്ഞിയും കറി ഉണ്ടാക്ക. ഈ വാതില് തുറക്കാവോ? ആ, പുറവശത്തെ അതിൽ ഒന്ന് ചാടിച്ചു വിടാനാ. കിടത്തി ഉറക്കിയിട്ടുള്ള സാധനം എന്താണത്? തുറന്നപ്പോഴത്തേക്ക് എന്താ താഴെ പോയ? നിങ്ങൾ തള്ളി 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 ഇവിടെ നിന്നെല്ലാം താഴെ ചാടുവോ? എൻ്റെ അമ്മ, എന്നാ എനിക്ക് ചെരുപ്പോ ഒന്നുമില്ല. അയ്യോ, ഇപ്പൊ കിച്ചാണ് പറന്നു പോയാനെ. പറന്നത് താഴെ അങ്ങ് പോയി കിടക്കും. ഇപ്പം രാവിലെ എണീറ്റാൽ നമ്മുടെ കുറച്ച് മേക്കപ്പും പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതിപ്പോൾ കാട്ടിലല്ല നാട്ടിലല്ല എവിടെയാണേലും നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ കുറച്ച് കണ്ണെഴുതും, കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടും, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ വീഡിയോസിലൊക്കെ എപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഗ്രൂമഡ് ആയിരിക്കണമല്ലോ, അതുകൊണ്ട് എഴുതുന്നതാണ്. പിന്നെ ജന്മന എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഉടനെ മുടി ചീവി കെട്ടുന്നതും കണ്ണെഴുതുന്നതും ഒക്കെ ഒരു ശീലമായിപ്പോയി. അപ്പോൾ അത് നമ്മൾ കാട്ടിലിരുന്നാണെങ്കിലും കണ്ടിന്യൂ ചെയ്യാനായിട്ടൊരു കണ്ണാടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെ ഇരുന്നാലും കോഫി ഇട്ട് കുടിക്കാൻ പാകത്തിന് നമ്മളിതേ ഒരു സ്റ്റൗ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോഫിയൊക്കെ ഇട്ടു. ദെൻ എല്ലാവരും കൂടെ കുടിക്കുവാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിബിച്ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കുള്ള കോഫിയാണ് ഞാൻ ഇടുന്നത്. ആ ചിരിയും സന്തോഷം നോക്കി ക്യാമറയുടെ മുമ്പിൽ എന്താ ചിരി. അടുക്കളയിലൊക്കെ ആണെങ്കിൽ തേന കുടിച്ചിട്ട് പോകാൻ മനുഷ്യ എന്നെങ്ങനെയാട്ടോ? നിങ്ങൾ ആരും അസൂയപ്പെടരുത്. ദിവ്യ എന്നും ഇങ്ങനെയാ. ഇതിൽ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്ന വീടിന്റെ പറ്റി ചിന്തിക്കുന്ന വീഡിയോ കാണാൻ. അപ്പം ഞാനും കിച്ചാമണിയും ഇതിനകത്തായിരുന്നു കേട്ടോ കിടന്നത്. ബ്രിൻഡോയും നിബിച്ചേട്ടനും ഇതിനകത്താണ് കിടന്നത്. ഇവർക്ക് ഭയങ്കര വിശാലമായിട്ടുള്ള സൗകര്യങ്ങളായിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടിക്കകത്തുള്ള കിടപ്പും അടിപൊളിയാണ്. ബെഡൊക്കെ ഉണ്ട്, സുഖമായിട്ട് വീട്ടിൽ കിടക്കുന്ന പോലെ തന്നെ കിടക്കാം. ഇവൾ ഇന്നലെ തൊട്ട് ഈ ബാണ്ടക്കെട്ടുമായിട്ട് നടക്കുന്ന കേട്ടോ. ഇതിനകത്ത് തന്നെ അടി ഇത് നിലത്ത് വയ്ക്കുന്നില്ല. ഫോണാണോ അതിനകത്ത്? ചീപ്പുണ്ട്, അതൊക്കെയാണോ? കണ്ണാടിയുണ്ട്. ആഹാ,
ശരിക്കും പറഞ്ഞാൽ ക്യാമ്പിങ് നമ്മൾ നേച്ചറിനെ അടുത്തറിയാനുള്ളൊരു വലിയൊരു അവസരമാണ്. ഞങ്ങളെല്ലാവരും ചെരുപ്പൊക്കെ ഊരിയിട്ട് നമ്മൾ എർത്തിൽ കാല് വെച്ചിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വരണം എന്നാണ് നമ്മുടെ ബോഡി. അപ്പോഴാണ് നമുക്ക് ശരിക്കും നല്ലൊരു സുഖമാണ് കേട്ടോ. നല്ലൊരു തണുപ്പും കാര്യമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കിച്ചാമണിയാണ് ഇന്നിട്ട് എൻ്റെ അഴിക്കുന്നത്. കിച്ചാമണിയെ ക്യാമ്പിങ്ങും എങ്ങനെ ഒരു പ്രോപ്പർ ക്യാമ്പ് സെറ്റ് ചെയ്യാം, മഴിക്കാം, ഇതെല്ലാം പഠിപ്പിക്കുകയാണ്. ഇതെന്താണ് ഇതെങ്ങനെ ഒന്നുകൂടി മുടക്കടി? അത് പിള്ളേർ ഇതൊക്കെ പഠിച്ചിരിക്കുന്ന നല്ല കേട്ടോ ശരിക്കും. എന്താടി മുഖത്തൊരു വാട്ടം? ഇഷ്ടപ്പെട്ടോ ക്യാമ്പിംഗ് ഒക്കെ? ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് പണിയെടുപ്പിക്കുക. ഇതൊക്കെ ഈസിയാന്നാ കൊച്ചു വിചാരിച്ചത് അല്ലേ? നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്നലെ വന്നു, ഇന്നലെ രാവിലെ തിരിച്ചു പോകണം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് വേണം പോകാനായി. അത് ശരിയാ. പ്രത്യേകിച്ച് ഈ ഒരു ടെൻ്റൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല പാടുണ്ട്. പിന്നെ സമയക്കുറവ് മൂലം ഒക്കെ ക്ലാസ്സിലൊക്കെ പോകേണ്ടത് മൂലം നമ്മൾ നേരത്തെ പോവുകയാണ്. അല്ല നാളെ ഒരു ദിവസം ലീവ് എടുക്കടി. വേണോ? പറ്റില്ലേ? പറ്റില്ല. പിള്ളേർക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നമ്മളെപ്പോലെ ഒന്നുമല്ല. എൻ്റെ ഒന്ന് ഒടിച്ച് കുഞ്ഞാക്കിട്ടോ. എങ്ങനെയുണ്ട്? സെറ്റപ്പാണോ? അങ്ങനെ ഉൽക്ക കാണാൻ വന്നവർ തിരിച്ച് ക്യാമ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് പോവുകയാണ്. ഏകദേശം 1-2 ഉൽക്കയൊക്കെ കണ്ടു. എൻ്റെ അമ്മ കുലുക്കാതെ ഓടിക്കുക. അയാംബ്രിൻ്റെയുടെ ഡ്രൈവിംഗ് വൈദഗ്ധ്യത്തിൽ ഞങ്ങൾ കുലുങ്ങി വിറക്കുകയാണ്. കിച്ചാമണി ബാണ്ടക്കെട്ടുകളുടെ ഇടയിൽ കിച്ചാമണി ഞെരുങ്ങിപ്പോയോ? കിച്ചാമണിയുടെ ഫസ്റ്റ് ക്യാമ്പിംഗ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞത്, ഔട്ട്ഡോർ ക്യാമ്പിങ്. അപ്പം ഇവിടെ കിച്ചാമണി ഇരികല്ലുംപാറ വന്നിട്ടില്ല. അപ്പം കിച്ചാമണിനെ അതുങ്ങളെ കൊണ്ട് കാണിക്കാം അല്ലേ? ഹാപ്പി ആയോ? ഹാപ്പിയായി. ഇവിടെ തോട്ടപ്പുഴുണ്ടോ? എന്തിനാ കറി വെച്ച് കഴിക്കാനാണോ? എല്ലാം ഉണ്ടെങ്കിൽ ജാഗ്രത വരും. ജാഗ്രതയാ? തോട്ടപ്പുഴുവിനെതിരെയാ? എന്ത് ജാഗ്രത? എന്തായാലും ദിസ് ഈസ് അവർ ഡെസ്റ്റിനേഷൻ, ഇരികല്ലുംപാറ. ഇഷ്ടപ്പെട്ടോ? ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കണം, എന്നാ രസമാണെന്നറിയോ. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ബൈ കൊടുത്തേ. ബൈ. ചാവണി, ക്യാമ്പിങ്ങിനെ പറ്റി 2 വാക്ക് പറയാവോ? നല്ലതാണെന്നല്ല, എന്തായാലും ഇനി നിന്റെ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് പ്രചോദനമാകാൻ വേണ്ടി എന്തെങ്കിലും 2 വാക്ക് പറയാവോ? നല്ലൊരു എക്സർസൈസാണ്. അതുപോലെ തന്നെ കഷ്ടപ്പാടൊക്കെ ഉണ്ട് ക്യാമ്പിങ്ങിൻ്റെ. പിന്നെ എന്തൊക്കെയാണ് വേറെ കാര്യങ്ങൾ, എന്താ മെച്ചമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ക്യാമ്പിങ്ങിന് വന്നു അതുകൊണ്ട് എനിക്ക് ഇന്നത് കിട്ടി, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രകൃതിയോട് കൂടുതൽ ആസ്വദിച്ചിരിക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ക്യാമ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിതേ തിരിച്ച് പോവാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും. നമ്മുടെ ക്യാമ്പിങ്ങും ഓഫ് റോഡും ക്രാഫ്റ്റും മേക്കപ്പും എല്ലാം കൂടെ കൂടിയിട്ട് ഇനിയും അടിപൊളി വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. നിങ്ങളുടെ സജഷൻസ് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ.